ഇവിടെ തന്നെയാ. അയ്യോ, എത്ര മക്കളെ? 150. അയ്യോ, ഞാനീ വണ്ടിയിൽ നല്ല ചോദിച്ചേ. എന്നാലും പോട്ടെ, ഇവിടെ കൊണ്ടുവിട്ടതല്ലേ, ഇരിക്കട്ടെ. ഞാൻ വിളിക്കാം കേട്ടോ മക്കളെ. വേണമെങ്കിൽ വേണം കേട്ടോ, കുറച്ച് കഴിയുമ്പോ. അമ്മാവയോ? എന്റെ മോനെ എന്റെ നാട്ടിൽ വണ്ടിക്കകത്തിരിക്കുവാ. അമ്മച്ചിക്ക് ഇങ്ങോട്ട് വരണ എന്നെ ഒന്ന് വിളിച്ചാ പോരായിരുന്നോ? അകത്ത് കയറിയിരിക്കാം. എന്റെ മോൻ മാത്തുക്കുട്ടി എന്നോട് പറഞ്ഞതാ അവന്റെ പേർഷ്യയെ കൊണ്ടുവിടാവെന്ന്. അമ്മച്ചി പേർഷ്യ ആരെന്തി കൊണ്ടുവിടുമെന്നാ പറഞ്ഞേ? പേർഷ്യയില്. പേർഷ്യയോ? പേർഷ്യല്ല, പോർഷ്യ കാറാണ് എന്റെ കൊച്ചു ത്രേസി കൊച്ചേ. ഇതിന്റെ കുഞ്ഞുകളിയൊന്നും ഇതുവരെ മാറിയില്ലല്ലോ. ഇതിനെ കെട്ടിച്ചു വിടാറായില്ലോടി കൊച്ചേ. ഇത് പോവാമ്മച്ചി അവിടെ നിന്ന്. അല്ല, കൊച്ചു ത്രേസി കൊച്ച് ദുബായിക്ക് പോയെന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലോ. എന്താ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറ, കേക്കട്ടെ. എന്റെ മക്കളെ, നമ്മുടെ ഈ നാട്ടിൽ കിട്ടുന്ന സുഖമൊന്നും വേറെ ഒരിടത്തും കിട്ടത്തില്ല. അമ്മച്ചി വലിയ ആഗ്രഹത്തിലൊക്കെ പോയതാ. അവരവിടെ മുറിക്കകത്ത് പൂട്ടിട്ടിട്ട് അവരങ്ങ് ജോലിക്ക് പോകും. അവർക്ക് പോയല്ലേ പറ്റുള്ളൂ, ജീവിക്കണ്ടേ. പിന്നെ വൈകിട്ട് വരുമ്പോ പുറത്തൊക്കെ കൊണ്ടുപോകും. അവിടെ എന്തോ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്, എന്നാ മൂർച്ചിങ്ങോ അങ്ങനെ കണ്ട പിള്ളേരെ അതിന്റെ പേര് പറയുന്നത് കേട്ടെ. ഈ അമ്മച്ചിയുടെ ഒരു കാര്യം, അമ്മച്ചി ബുർജ് ഖലീഫ. എന്തോന്നാണോ പിള്ളേര് പറയുന്നത് കേട്ട് മക്കളെ. ഇതൊക്കെ അമ്മച്ചിക്ക് ഓർത്തിരിക്കാൻ പറ്റുമോ? അമ്മച്ചി ചൂടല്ലേ ഈ ജ്യൂസ്. ഇത് എന്ത് ജ്യൂസാ മക്കളെ? ഇത് പൈനാപ്പിൾ ജ്യൂസാ. ഞാനിപ്പൊ ജ്യൂസൊന്നും അങ്ങനെ കുടിക്കാറില്ല മക്കളെ. അതെന്താ, കൊച്ചു ത്രേസിക്ക് ഷുഗർ ഉണ്ടോ? ഷുഗറോ? എനിക്കോ? മാത്തുക്കുട്ടിച്ചാൻ അങ്ങനൊന്നും അല്ലല്ലോ പറയുന്ന കേട്ടെ. അവനെങ്ങനെ പലതും പറയും. അതൊന്നും നീ കാര്യമാക്കണ്ടടി വെച്ചേ. ഞാനിപ്പൊ ഷേക്കൊക്കെയാ കുടിക്കാറ്. ഞാൻ പോയി എന്തെങ്കിലും കൊടുത്ത് എടുത്തിട്ട് വരാം. നീ കൂടെ വാ മോളെ. ആഹാ, അമ്മച്ചി ജ്യൂസ് കുടിച്ചു കഴിഞ്ഞോ? മോൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. ഇതെന്താ മോളെ, അച്ചപ്പോ? അതെ. ഞാനിപ്പോ അച്ചപ്പോ ഒന്നും അങ്ങനെ കഴിക്കാറില്ല മക്കളെ. ഞാൻ ഈ നട്ട് ഈന്തപ്പോഴൊക്കെയാ കഴിക്കാറ്. എന്നാ ഞാനൊന്ന് പോയി ഇത് വെച്ചിട്ട് വരാം. കഴിച്ചു നോക്കാം. മോള് വന്നോ? എന്താ മോളെ, മോള് കഴിക്കേ. അമ്മച്ചിക്ക് ഇതൊന്നും അത്ര ഇഷ്ടമല്ല. മോള് കഴിക്കേ. അമ്മച്ചി ഇതൊന്നും ഇപ്പൊ അതിന് കഴിക്കാറില്ല. എടി കൊച്ചെ, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആ ലീനയില്ലേ, ലീനയുടെ വീട്ടിൽ നിന്ന് കേറിയായിരുന്നു. അവൾക്കൊരു മോളുണ്ടല്ലോ എടി കൊച്ചെ, അതിന്റെ പേരെന്താ? തന്നി. തന്നി ആയാലും കൊള്ളാം, തവി ആയാലും കൊള്ളാം. എന്തൊരു തന്റെടിയാ. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴേ അവിടെ ഒരു ജാട. ഇപ്പോഴും കൂട്ടിനിക്കറിട്ട് കുടുങ്ങിക്കുടുങ്ങി അവിടെ നടത്തും. അവിടെ എവിടെയാ മോള്? എയർലൻഡിലോ? അമ്മച്ചി, എയർലൻഡ് അല്ല, അയർലൻഡ് ആണോ? അയർലൻഡ്.
ഹലോ, ഇതാരാ? മാത്തുക്കുട്ടി ചായണോ? ഓ, അമ്മച്ചി ഇവിടെ ഉണ്ട്. ഞാൻ അമ്മച്ചിയുടെ കയ്യിൽ ഫോൺ കൊടുക്കാം. ഇതാ അമ്മച്ചി, മാത്തുക്കുട്ടി ചായന. എന്നാടാ മാത്തുക്കുട്ടി, നിനക്ക് എന്നെ കാണാനിട്ട് ഒരു സമാധാനവും ഇല്ലേ? അതോ നിന്റെ കെട്ടിയോള് പറഞ്ഞോ എന്നെ വിളിക്കാൻ? നീ ഫോൺ വെക്ക, ഞാൻ അങ്ങോട്ട് വരിക. അല്ലേലും മക്കളെ, ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും വീടിന് പുറത്തോട്ട് ഇറങ്ങുന്നതോ ഒരു മനുഷ്യനോട് മിണ്ടുന്നതോ ഇഷ്ടമല്ല. അവരാകെ പുറത്തോട്ട് ഇറങ്ങുന്നത് കുഴിമത്തി കഴിക്കാനും ചവർമ്മ കഴിക്കാനുമാണ്. അല്ലെങ്കിൽ പിന്നെ അവർ ഈ കൂന്തറാണ്ടോ തോണ്ടിക്കൊണ്ടൊരു ഇരിപ്പ. അയൽവക്കത്തെ വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അറിയില്ല. അതിനൊക്കെ അന്നത്തെ കാലം. പിന്നെ മക്കളെ, രാവിലെ പ്രാർത്ഥനയും കഴിഞ്ഞ് കൃഷിക്കായിട്ട് പറമ്പിലോട്ട് ഇറങ്ങിയാൽ അങ്ങോട്ടും മിണ്ടി ഇങ്ങോട്ടും മിണ്ടി ആൾക്കാർ തമ്മിൽ എന്തൊരു സഹകരണമായിരുന്നു. അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്തിനാ കാര്യം? എന്നാ ഞാൻ ഇറങ്ങട്ടെ മക്കളെ. അല്ല, ആ മാത്തുക്കുട്ടി എന്നെ തിരക്ക് ഇങ്ങോട്ട് വരും. എന്തിനാ അവന്റെ പേർഷ്യയിലെ പെട്രോള് നോക്കുന്നത്? കുറച്ചു നേരം നിങ്ങളോട് മിണ്ടിയും പറഞ്ഞു നോക്കി ഇരിക്കുമ്പോ ഒരു സന്തോഷമല്ലേ? കൈക്കൊച്ചുങ്ങൾക്കൊക്കെ അറിയാവോ? ശരി മക്കളെ, അമ്മ ചേർന്നുണ്ട് കേട്ടോ. യേസുക്കുട്ടിയെ, അമ്മച്ചി ഇറങ്ങുവാണേ. ശരി അമ്മച്ചി, ഞാൻ ദാ വരുന്നു. കണ്ണാടി ഇന്ത്യയെ അടി വെച്ചോ? അമ്മൂമ്മക്ക് വിളിച്ചു. എന്റെ അമ്മേ, എന്നെ നോക്കിയാൽ അത് നോക്കി വിളിക്കണം. അങ്ങനെ വേണം.